സുഹൃത്തുക്കളെ, പണ്ട് വെള്ളക്കാർ ഇവിടെ വന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ചയുണ്ടല്ലോ. ആ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് പുക ഇങ്ങനെ പാളയായിട്ട് പൊങ്ങി വരണു. സായിപ്പ് വിചാരിച്ചു ഇത് ചെകുത്താൻ കഞ്ഞി വെക്കാൻ അടുപ്പ് കൂട്ടിയതാണെന്ന്. അങ്ങനെയാ ഇതിന് ഡെവിൾസ് കിച്ചൺ എന്ന് പേര് വീണത്. പക്ഷെ സംഗതി അതല്ല മക്കളെ. താഴെ നല്ല ആഴമുള്ളത് കൊണ്ട് നല്ല കട്ട തണുപ്പായിരിക്കും. ആ തണുത്ത കാറ്റ് പുറത്തെ ചൂടുള്ള കാറ്റുമായിട്ട് മുട്ടുമ്പോ മഞ്ഞുണ്ടാവുക. അല്ലാതെ അവിടെ ചെകുത്താൻ മീൻകൂട്ടാൻ ഉണ്ടാക്കുന്നൊന്നുമല്ല. കാണാൻ നല്ല ഗ്ലാമറൊക്കെ തോന്നും. ഈ മരത്തിന്റെ വേരുകളൊക്കെ പാമ്പിനെ പോലെ പടർന്നു കിടക്കുന്നത് കണ്ടാൽ ഫോട്ടോ എടുക്കാൻ തോന്നും. പക്ഷെ അവിടെ അക്കാളി ഇരിക്കുന്നത്. ആ വേരുകൾക്കിടയിൽ വലിയ വലിയ പള്ളങ്ങളുണ്ട്. കാലൊന്ന് തെറ്റിയാൽ പിന്നെ അങ്ങോട്ടൊന്നും നോക്കണ്ട, നേരെ 700 അടി താഴെയാ. വെളിച്ചം പോലും എത്തി നോക്കാൻ പേടിക്കുന്ന ചില പള്ളങ്ങളുണ്ട് ഇതിന്റെ ഉള്ളില്. അതുകൊണ്ട് വെറുതെ ഷോ കാണിക്കാൻ പോയാൽ പണി പാളും. ഗുഹയുടെ ഉള്ളിൽ നിന്ന് ആരോ കൂവുന്ന പോലെയും കരയുന്ന പോലെയും ഒക്കെ ശബ്ദം കേൾക്കാറുണ്ടെന്ന് ചിലരൊക്കെ പറയും. സംഗതി വേറൊന്നുമല്ല, ആഴമുള്ള ഗർത്തങ്ങളിലൂടെ കാറ്റ് അതിശക്തിയായി അടിച്ചു കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് വിസിൽ ശബ്ദമാണത്. ഇരുട്ടത്തൊക്കെ ഇത് കേൾക്കുമ്പോൾ ഏതോ പ്രേതാലയത്തിൽ അകപ്പെട്ട പോലെ തോന്നും. സംഭവം ഫുൾ സയന്റിഫിക് ആണ്, പക്ഷെ കേൾക്കുമ്പോൾ ചങ്കൊന്ന് കിടുങ്ങും. ഗുഹയുടെ ചില ഭാഗങ്ങളിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് ചെന്നാൽ പോലും കട്ട ഇരുട്ടായിരിക്കും. സൂര്യപ്രകാശം അങ്ങോട്ടൊന്നും എത്തി നോക്കുപോലുമില്ല. അവിടെ ഫുൾ വവ്വാലുടെ സാമ്രാജ്യമാ. പിന്നെ എപ്പോഴും നനവുള്ളത് കൊണ്ട് പാറകളൊക്കെ നല്ല വഴുക്കലായിരിക്കും. നമുക്ക് ചുമ്മാ ഒരു രസം, പക്ഷെ അവിടെ ചെന്നാൽ അറിയാം കളി മാറും. സുഹൃത്തുക്കളെ, ആ കുഴിയിൽ വീണിട്ട് തിരിച്ചു വന്ന ഒരേ ഒരു പുലി നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ സുഭാഷ് മാത്രമാ. അത്രയും ആഴത്തിൽ ഓക്സിജൻ പോലും ഇല്ലാത്ത ആ പള്ളത്തിൽ നിന്ന് ജീവനോടെ വന്നത് ഒരു അത്ഭുതം തന്നെയാ. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ വമ്പൻ സെക്യൂരിറ്റി ഒക്കെ വെച്ച് ഗേറ്റ് അടച്ചത്. കമ്പിവലിക്ക് അപ്പുറം ഇന്നും ആ നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് സുഹൃത്തുക്കളെ. അപ്പോ ഇതാണ് സുഹൃത്തുക്കളെ സീൻ. കൊടൈക്കനാലിൽ പോയിട്ട് ചുമ്മാ സെൽഫി എടുത്ത് പോരാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. സംഗതി എന്താ കിടുവല്ലേ? അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പൊ ശരി എന്നാ.